ഡോക്ടറെ, നമ്മൾ അന്ന് ഒരുമിച്ച് ഒരു സ്ഥലം വരെ പോയത് ഓർമ്മ ഉണ്ടോ? ഒരു കോളേജിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഏതാണ്ട് ഒരു 18 വയസ്സ് 21 വയസ്സുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്, പെൺകുട്ടികൾ. നമ്മളവർക്ക് നല്ല രീതിയിലൊരു റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പോലും ഒരു സംശയം ചോദിച്ചില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി തരൂ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേരൊന്നും നിങ്ങൾ പറയണ്ട, പേപ്പറിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എഴുതി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേപ്പറിൽ പെട്ടെന്ന് ഡൗട്ടുകൾ വന്നു. ഞങ്ങൾക്കാണെങ്കിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ഡൗട്ടുകൾ അത്രയും കണ്ടപ്പോൾ ജസ്റ്റ് 1-2 ബിറ്റുകൾ ഞങ്ങൾ തുറന്ന് വായിച്ചു നോക്കി. അതിലുണ്ടായിരുന്നു, ഡോക്ടറെ ഇൻഫെക്ഷനാണ്, എനിക്ക് മൂത്രം ഒഴിക്കുന്ന ഭാഗമൊന്നും തൊടാൻ വയ്യ, ഭയങ്കര ചൊറിച്ചിലാണ്, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ വിടുന്നുമില്ല, ഒരു ഡോക്ടറെ കാണിക്കാനുള്ള സാഹചര്യം ഇവിടെ അല്ല, ഒരു ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പേപ്പർ വായിച്ചു, രണ്ടാമത്തെ പേപ്പറിലും ഇതേ കണ്ടൻറ്റ്, മൂന്നാമത്തെ പേപ്പറിലും സെയിം കണ്ടൻറ്റ് കണ്ടപ്പോഴാണ് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളൊരു സംശയം തോന്നിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മെൻസ്ട്രൽ ഹൈജീൻ്റെ ഒരു ക്ലാസ്സാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എക്സാമിനേഷന് കുട്ടികളൊന്ന് നോക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു റൂം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുമെന്ന് ചോദിച്ചതിന് ശേഷം ആ റൂമിൽ പോവുകയും ഒരു കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അതിലൊരു പേപ്പറിൽ കുറച്ചധികം കംപ്ലയിൻസ് ഉള്ളതായിട്ട് തോന്നിയപ്പം ആ കുട്ടീനെ പരിശോധിച്ചപ്പം വളരെ സിവിയർ ആയിരുന്നു ആ കുട്ടിയുടെ കണ്ടീഷൻ. ബ്ലഡ് വരെ മുറിഞ്ഞു പൊട്ടി ബ്ലഡ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആ ഭാഗത്തുണ്ടായിരുന്നു. ബട്ടക്സിൻ്റെ റീജിയണൊക്കെ ആകെ കറുത്ത് പാടുകൾ വന്ന് മുറിഞ്ഞ് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. തുടരെ 2, 3, 4 കുട്ടികളെ നോക്കിയപ്പം ഇതേ അവസ്ഥ തന്നെ അവർക്ക് തുടരുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ, ഡിസ്പേഴ്സ് ചെയ്യുക, ഹോസ്റ്റൽ കുട്ടികളൊക്കെ അവരുടെ വീട്ടിൽ വിടുക. അപ്പോൾ ഇതിനിടയിൽ 1-2 ബിരുദന്മാർ വന്നിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർ ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ച കുട്ടികളുടെ ഇടയിലുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടല്ലേ ഡോക്ടറെ, ഇൻഫെക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് കുട്ടികളുടെ ഇടയിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഡോക്ടർക്ക് അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? അതെ, കുറേ പെൺകുട്ടികളുണ്ട്, കുറേ കാലം ഇത് കൊണ്ട് നടക്കുന്നുണ്ട്, ഈ യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻസും അതുപോലെ ഡിസ്ചാർജുകളും. പല ആൾക്കാർക്കും അറിയില്ല ഇത് ഇൻഫെക്ഷൻ കാരണമാണ് വരുന്നത്. പല ആൾക്കാരും നോർമലാണെന്ന് വിചാരിച്ചിട്ട് കുറേ കാലം കൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീറോയിഡ് ക്രീമുകൾ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ക്രീമുകളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും, എന്നിട്ട് കുറേ കാലം യൂസ് ചെയ്യും. പിന്നെ അവരെ സ്കിന്നൊക്കെ നോക്കുമ്പോൾ ആകെ ഡാമേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ടെൻഡൻസികൾ അല്ലെങ്കിൽ കുറേ കേസുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ക്രീമുകളുടെയൊക്കെ ഉപയോഗം അധികമായി കഴിഞ്ഞാലൊക്കെ അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആവുകയാണ്. സ്കിന്ന് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടും. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അത്തരം കുട്ടികളെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ കേസുകൾ വൾവൽ വാക്സിങ് ഒക്കെ ഇന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ കൈ കാലിലെ രോമങ്ങളൊക്കെ വാക്സ് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് മാത്രമല്ല, ഇപ്പോൾ ബ്യൂട്ടി പാർലർ പോയി കഴിഞ്ഞാൽ വൾവൽ വാക്സിങ് കുട്ടികളെ കാണാം. വൾവൽ വാക്സിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 കേസുകൾ ഹോസ്പിറ്റലിൽ വന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചോദിച്ചു, ആകെ ചുവന്ന് തടിച്ചിരിക്കുക വൾവൽ റീജിയൻ, ജെനൈറ്റൽ ഏരിയ മൊത്തത്തിൽ, നീ എന്താ മോളെ കാണിച്ചത് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ബ്യൂട്ടി പാർലർ പോയി വൾവൽ വാക്സിൻ ചെയ്ത്. അതിൻ്റെ റീസൺ കുട്ടിയുടെ മാരേജ് ആണ്, പിന്നെ ഒരു 2-3 ഡേയ്സിനുള്ളിൽ മാരേജ് ഉണ്ട്, അപ്പോഴേക്കും ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പം എന്തായി, ആ കുട്ടിയുടെ മാരേജ് ഡേയിൽ ശരിയായ രീതിയിലൊരു അണ്ടർ ഗാർമെൻറ്റ് ഇടാൻ പോലും സാഹചര്യം ഇല്ലാത്തൊരു കേസിലേക്ക് ആ കുട്ടി പോയി. അപ്പോൾ ഈ അവസ്ഥകൾ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഈ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലർക്കും അറിയില്ല. മെൻസസ് ആകുമ്പോൾ ക്ലീൻ ആയിട്ടിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയുള്ള ഒരു പാൻറ്റീസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയി എന്നാണ് മെൻസ്ട്രൽ ഹൈജീൻ്റെ കാര്യത്തിൽ ധാരണ. പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഹാർഡ് സോപ്പുകൾ പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പാടില്ല. സെൻറ്റഡ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ആണെങ്കിലും സെൻറ്റഡ് ആയിട്ടുള്ള ക്രീംസ്, സെൻറ്റഡ് സോപ്സ്, ഹാർഡ് സോപ്സ്, ഇത്തരം സാധനങ്ങളൊന്നും അരിയിൽ തൊടാനേ പാടില്ല. ശരിക്കും നല്ലൊരു ലൂക്ക് വാം വാട്ടറിലുള്ള കഴുകൽ മാത്രമേ ആവശ്യമുള്ളൂ. ചിലർ ഉപ്പിടാറുണ്ട്, അതിൻ്റെ പോലും ആവശ്യം ശരിക്കില്ല. വജൈന ഒരു സെൽഫ് ക്ലീനിങ് ഓർഗനാണ്, നിങ്ങൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ നോർമലായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് അല്ലാതെ ഈ വെള്ളപ്പൊക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. നോർമലായിട്ട് കുറച്ച് പേർക്ക് അത് കാണുന്നുണ്ട്. നമ്മളെ പീരിയഡ്സിൻ്റെ, പ്രത്യേകിച്ച് നമ്മളെ ഒരു മെനാർക്കി ടൈമിൽ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടികളിൽ ഒരു 10-14 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ നോർമലായിട്ട് കണ്ടുവരുന്നുണ്ട്. ചെറിയ വെള്ള കളറിൽ ചെറിയൊരു പശ പോലത്തെ സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. അത് തികച്ചും നോർമലാണ്. അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെ തൊട്ട് മുമ്പ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഓവുലേഷൻ ടൈമിൽ നമ്മുടെ അണ്ടവിസർജന സമയത്ത് ചെറിയ ഡിസ്ചാർജ് കാണുന്നുണ്ട്, അത് നോർമലാണ്. പ്രഗ്നൻസി ടൈമിൽ അത് നമുക്കറിയാലോ, എല്ലാ ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടും ആ സമയത്തും ചെറിയ ഡിസ്ചാർജ് കാണാറുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ തികച്ചും നോർമലായിട്ട് കണ്ടുവരുന്നതാണ്. കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല.
പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അടിവസ്ത്രങ്ങളെ കേസിലാണെങ്കിലും കൂടുതലായിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് നമ്മൾ പാൻറ്റീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ഡിസ്ചാർജുകളൊക്കെ പോയി കിട്ടാറുണ്ട്. പക്ഷേ ചില കേസുകളിൽ ചില സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ത്രീകളിൽ, ഗർഭനിരോധന ഗുളികകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ, അതുപോലെ ആൻറ്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ആളുകളിലും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇൻഫെക്ഷൻ്റെ നേച്ചർ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അത് ആ രോഗിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, രോഗി പറയാണ് എക്സസീവ് ഡിസ്ചാർജ് ആണ് ഡോക്ടറെ, ഭയങ്കരമായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മെഡിസിൻ എഴുതിയുള്ളൂ. അപ്പം നമ്മളൊരു ജനൈറ്റൽ എക്സാമിനേഷനോ വജൈനൽ എക്സാമിനേഷനോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പേഷ്യൻ്റ് പറയും ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ ചില സമയങ്ങളിൽ വരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ പലപ്പോഴും നോർമലായിട്ടുള്ള കണ്ടീഷൻസ് ഇതിനുണ്ടാവാം. പ്രഗ്നൻസിയിൽ വൈറ്റ് ഡിസ്ചാർജ് പറഞ്ഞു വരുന്ന ഒരാൾക്ക് മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവുലേഷൻ പീരീഡിൽ സ്റ്റിക്കി ഡിസ്ചാർജ് ഉള്ളതിന് മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മെൻസസിന് തൊട്ട് മുന്നോ ശേഷം നമ്മളിത് ചെയ്യണ്ട. ബട്ട് എപ്പോൾ നമ്മൾ ചെയ്യണം? എക്സസീവായിട്ട് ചൊറിച്ചിൽ അവിടെ വരുന്നുണ്ട്. ചൊറിച്ചിലൊരു നോർമലായിട്ടുള്ള സംഗതിയല്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വരണം. അതുപോലെ ഈ ഡിസ്ചാർജിൻ്റെ നേച്ചർ അനുസരിച്ച് ഇന്ന് ഞങ്ങൾ വേറൊരു കാര്യം ഇവിടെ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒരു വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചോ ഒരു സാധാരണ ഇൻഫെക്ഷനെ കുറിച്ചോ മാത്രമല്ല, പക്ഷേ STD എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ട്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയും. നമ്മൾ സെക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പകരാവുന്ന രോഗങ്ങൾ, അത്തരം ഒരുപാട് വൈറൽ, ബാക്ടീരിയൽ, പാരസൈറ്റിക് അസുഖങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിയണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം ഞാൻ സെക്സ് റിലേറ്റഡ് പറയുമ്പോൾ കല്യാണം കഴിയാത്തവരെല്ലാം ഈ വീഡിയോ നിർത്തി പോകും. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് STDs കണ്ടുവരുന്നത് അൺമാരീഡ് ആൾക്കാരിലാണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അതെ, 50% കേസുകൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു 15 മുതൽ 25 വയസ്സിന് ഇടയിലുള്ള സ്ത്രീ പുരുഷന്മാരിൽ കൂടുതലായിട്ട് ഇന്ന് STDs കണ്ടുവരുന്നുണ്ട്. പല STDs ഉണ്ട്, HIV മാത്രമല്ല, നമ്മൾ ഹെർപ്പിസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോണേറിയ, സിഫിലിസ് പോലെയുള്ള ഒരുപാട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പല ആൾക്കാരും അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവും. അതിനുശേഷം അവർക്ക് പേടിയാണ്, ഒരു സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം ജനൈറ്റൽ ഏരിയസിലൊക്കെ ചെറിയ ഡിസ്ചാർജ് വന്നിട്ടുണ്ടാവും, ചെറിയ പിമ്പിൾസ് പോലെ ചെറിയ എന്തെങ്കിലും പാപ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അത് കാരണം അവർക്ക് നോർമൽ ഒരു സെക്ഷൽ ലൈഫിലോട്ട് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. അത് കാരണം ഒരുപാട് സംശയങ്ങൾ വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ടൊരു കൊതുകടിയിലൂടെ ഒക്കെ പകരുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പകരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെക്ഷുവൽ കോൺടാക്റ്റിൽ തന്നെ ഒരു കോണ്ടംസ് മാത്രം യൂസ് ചെയ്ത് സെക്ഷുവൽ കോൺടാക്റ്റ് നടത്തിയാൽ ഇത് പകരാതിരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ കോണ്ടംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇതിലൂടെ നമ്മൾ മൗത്തിലൊക്കെ ലീഷൻസ് കാണാറുണ്ട്. സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ മൗത്തിൽ വരാം, അല്ലെങ്കിൽ സ്കിന്നിൽ ലീഷൻസ്, ചെറിയ മുറിവുകൾ വരാം. അപ്പോൾ അതിലൂടെയൊക്കെ പകരാനുള്ള ചാൻസ് കൂടുതലില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു കോണ്ടംസ് വെച്ച് മാത്രം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നല്ല. അത് ശരിയാണ്. അപ്പോൾ കോണ്ടംസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കിതൊരു നാച്ചുറലായിട്ട് ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഒരു പേഷ്യൻറ്റ് പണ്ട് തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വർഷം മുന്നേ ആണ്. അബ്രോഡുള്ള ഒരു മെയിൽ പേഷ്യൻ്റാണ്. അദ്ദേഹം എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞ സംഭവം ഇതാണ്: എനിക്ക് ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. 3-4 തവണ അയാൾ നാട്ടിൽ പോയിട്ടുണ്ട്. ഒരു തവണ ആ കുട്ടീനെ വിസിറ്റിങ്ങിന് അവിടെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടും ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം ഞാൻ കരുതി വല്ല ഉദ്ധാരണത്തിൻ്റെ പ്രശ്നമായിരിക്കും അയാൾക്ക് ഉണ്ടാവുന്നത്, അങ്ങനെ എന്തെങ്കിലും സെക്ഷൽ ഡിസീസ് ആണോ. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ, അതുകൊണ്ടാണ് എനിക്ക് അവളായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഇയാൾ എന്തുകൊണ്ടാണ് ബന്ധപ്പെടാത്തത്? നമുക്ക് തീർച്ചയായിട്ടും ഒരു സെക്ഷൽ അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് തോന്നുമല്ലോ. അതല്ല ഡോക്ടറെ എൻ്റെ പ്രശ്നം. എനിക്ക് പെനിസിൽ ഇപ്പോൾ ഒരു പാപ്യൂൾ പോലെ, ഒരു കുരു പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താ എന്തെങ്കിലും സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഭയക്കുന്നുണ്ടോ? ഡോക്ടർ, എനിക്ക് ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് എൻ്റെ കല്യാണത്തിന് മുന്നേ ഒരുപാട് ലേഡീസായിട്ട് ഞാൻ ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം ഞാനതെല്ലാം നിർത്തി. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ പേടിയാണ്, എനിക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവുമോ. ഇപ്പോൾ ഈ ഒരു പാപ്യൂളും കൂടെ കണ്ടപ്പോൾ പെനിസിൽ ഇങ്ങനെ ഒരു വാട്ട് പോലെ ഒരു ഗ്രോത്താണ് കണ്ടത്. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഇനി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്കും കൂടി ഈ രോഗം കിട്ടില്ലേ? ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ വൈഫ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ടേ? അതാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് 1-2 ടെസ്റ്റുകൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റുകൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല, പഴയ വിഷയങ്ങൾ നീ ഭാര്യയോട് ഷെയർ ചെയ്യും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം ഇതിൻ്റെ സ്ലീപ്പിംഗ് പീരീഡാണ്. സ്ലീപ്പിംഗ് പീരീഡ് STDസിന് ഭയങ്കര ഹൈ ആണ്. ചിലപ്പോൾ HIV പോലുള്ള രോഗത്തിന് 10 വർഷമാണ് സ്ലീപ്പിംഗ് പീരീഡ്. നമുക്ക് രോഗം കിട്ടിക്കഴിഞ്ഞാലും 10 വർഷം വരെ യാതൊരു ലക്ഷണവും ആ വ്യക്തി കാണിക്കില്ല. അപ്പോൾ ആ 10 വർഷത്തിൽ ആരൊക്കെയായിട്ട് നിങ്ങൾ സെക്ഷൽ കോൺടാക്റ്റ് പുലർത്തിയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ ഒരു STD കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സിംഗിൾ കോൺടാക്റ്റ് പോലും വളരെ ഹൈ ആയിട്ട് ട്രാൻസ്മിഷൻ ഉണ്ടാവുന്ന ഒന്നാണ് സെക്ഷൽ ഡിസീസ് എന്ന് പറയുന്നത്.
അതെ, പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കണം എന്നില്ല അല്ലേ ഡോക്ടറെ? അകത്ത് ആ വൈറസ് ഉണ്ടാവും, അതിൻ്റെ ലക്ഷണങ്ങൾ അകത്തേക്ക് ഉണ്ടാവും, പക്ഷെ പുറമേക്ക് യാതൊരു ലക്ഷണങ്ങളും കാണില്ല. അതുകൊണ്ട് പല ആൾക്കാരും വിചാരിക്കുന്നത് പുറമേക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് പകരാനോ അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ എന്നുള്ളത് തിരിച്ചറിയാതെയാണ് ഈ സ്ലീപ്പിംഗ് പീരീഡ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷുവൽ കോൺടാക്റ്റിലൂടെ അല്ലെങ്കിൽ കിസ്സിങ്ങിലൂടെ, ചില കേസുകൾ ഹെർപ്പസ് സിംപ്ലെക്സ് പോലെയുള്ള ഡിസീസുകളൊക്കെ ആണെങ്കിൽ കിസ്സിങ്ങിലൂടെ വരെ നമുക്കിത് സ്പ്രെഡ് കാണുന്നുണ്ട്. ജെനൈറ്റൽ ഏരിയയിൽ മാത്രമല്ല വരിക, പലപ്പോഴും സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒതുക്കുന്നത് നമ്മൾ ആ വജൈനൽ ഏരിയ അല്ലെങ്കിൽ പിനൈൽ ഏരിയയിൽ മാത്രം അല്ല, വായിൽ കൂടെ വരാം, ത്രോട്ടിൽ വരാം. ഇത്രയും സംഭവങ്ങൾ നമ്മൾ പിന്നീടായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുന്നത്. ഇനിഷ്യൽ സിംറ്റംസ് 1-2 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, വ്യത്യാസം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ സാധാരണ ഒരു ഇൻഫെക്ഷനിൽ നിന്നും ഒരു STDക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഡിസ്ചാർജിൻ്റെ കളർ ആൻഡ് നേച്ചർ എന്ന് പറയുന്നതാണ്. കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ട് യെല്ലോ ആൻഡ് ഗ്രീനിഷ് കളറിലായിരിക്കും STDയുടെ ഡിസ്ചാർജ് വരിക. എന്ന് കരുതി ഇൻഫെക്ഷനിൽ തീരെ വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതലായിട്ടും ഈ രീതിയിലാണ് ഡിസ്ചാർജ് ഉണ്ടാവുക. ഇച്ചിങ് പൊതുവെ കമ്പയർഡ് ടു നോർമൽ ഇൻഫെക്ഷൻ കുറച്ച് കുറവായിരിക്കും. സാധാരണ നോർമൽ ഫംഗൽ ഇൻഫെക്ഷൻ, നോർമൽ വജൈനൽ ഇൻഫെക്ഷൻസിനൊക്കെ ഇച്ചിങ് വളരെ ഹൈയാണ്. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും STD ഉള്ളവരുടെ കേസിൽ. മറ്റവരുടെ കേസിൽ മൈൽഡായിട്ടായിരിക്കും, ചിലപ്പം ആബ്സെൻ്റ് ആയിരിക്കും. യൂറിൻ പാസ് ചെയ്യുമ്പോൾ പുകച്ചിൽ, നീറ്റലൊക്കെ ഇത്തരക്കാരാണ് പറയുക. ബന്ധപ്പെട്ടതിന് ശേഷമുള്ള വേദന അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന, ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ബ്ലഡ് പോവുക, ഇത്തരം കണ്ടീഷൻസ് ഒക്കെ STDയിൽ വളരെ ഹൈ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നോർമൽ വജൈനൽ ഇൻഫെക്ഷൻ, അതായത് യോനി ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസിൽ ഇത്രത്തോളം കാണാറില്ല. സാധാരണ ചെറിയ ഡിസ്ചാർജ്, ഒരു വെള്ള തൈര് പോലെ, കട്ട തൈര് പോലെ ഡിസ്ചാർജ് പറയാറുണ്ട് പെൺകുട്ടികൾ. ചിലപ്പോൾ ഗ്രേ കളറിൽ ഡിസ്ചാർജ് പറയാറുണ്ട്. ഇത്രത്തോളം STDസിനെ പോലെ ഇത്രത്തോളം സിംറ്റംസ് പറയാറില്ല. പിന്നെ ചെറിയ ചൊറിച്ചിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് പെൺകുട്ടികൾ. പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്ചാർജ് കൂടുതലുള്ള പെൺകുട്ടികൾ ചൊറിച്ചിൽ കൂടുതലുണ്ട്. ഈ ചൊറിച്ചിൽ കൂടിയിട്ടാണ് ആ ഭാഗത്തൊക്കെ ചെറിയ ഇറിറ്റേഷൻ വന്നിട്ട് അതുവഴി മൂത്രമൊഴിക്കുമ്പോഴൊക്കെ ചെറിയ വേദന പറയാറുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ കൂടുതൽ ചെറുതായിട്ട് ഗ്രേയിഷ് ബ്ലൂയിഷ് കളറിലൊക്കെ ഡിസ്ചാർജ് പെൺകുട്ടികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് സെക്ഷുവൽ അബ്യൂസൊക്കെ വന്ന പെൺകുട്ടികൾ നമുക്കത് പുറത്തേക്ക് അവർ ആരോടും പറയാറുണ്ടാവില്ല, പക്ഷെ അവരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല പോലെ ഡിസ്ചാർജ് കാണാറുണ്ട്. ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും, അത് കാരണം നല്ലപോലെ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ സെക്ഷുവലി അബ്യൂസ് ചെയ്ത പെൺകുട്ടികളിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പെൺകുട്ടികളിൽ കൂടുതലായിട്ട് ഇപ്പോൾ അതുപോലെ സെൻറ്റഡ് പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ് അല്ലേ. ബ്യൂട്ടി പ്രൊഡക്ട്സിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ സെൻറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സെൻറ്റഡ് ആയിട്ടുള്ള പാഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പെൺകുട്ടികളിൽ ഇന്ന് വളരെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഡിസ്ചാർജ്. അതവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ചിലപ്പം ഇങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് എന്ന് തിരിച്ചറിയാതെ വൈകുന്നവരും ഉണ്ട്. ചില കേസുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മളൊരു റേഷ്യോ നോക്കുമ്പം എക്സ്ട്രാ മെറൈറ്റൽ അഫെയറിൻ്റെ റേഷ്യോ ആണെങ്കിലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണറിൻ്റെ റേഷ്യോ ഹൈ ആണ്. അത് വളരെ കോമൺ ആയിട്ട് ഒരു വെസ്റ്റേൺ കൾച്ചർ നമ്മുടെ നാട്ടിലേക്കും വളരെ രസകരമായ രീതിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, എല്ലാം ഡേറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു പണ്ട് മാരേജിന് വേണ്ടിയിട്ടുള്ള മാട്രിമോണി സൈറ്റുകളാണെങ്കിൽ ഇന്ന് ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സൈറ്റുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതും എന്താണ്, ഇത്തരം സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാവുന്നു. ഇവരിതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇപ്പം മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇങ്ങനെ ഒരു ലക്ഷണം സംശയം ഉണ്ടെങ്കിൽ അയാളുടെ പാർട്ട്ണറിനോട് അയാൾക്കൊരു കെയർ ഉണ്ടാവും. കാരണം ആ പാർട്ട്ണറിന് ഇത് വരരുത്. അപ്പോൾ ഇയാൾ ഫ്രീക്വൻറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം പാർട്ട്ണറിനെ കൂടെ കമ്പൽ ചെയ്യും, നീയും കൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ റാൻഡമായിട്ട് ആരെങ്കിലുമായിട്ട് സെക്സ് ഉണ്ടാവുന്നു, നെക്സ്റ്റ് ഡേ വേറൊരാളുമായിട്ടാണ് നമ്മൾ സെക്സ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മറ്റേ വ്യക്തിയോട് ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് അവിടെ ഇല്ല. അതൊരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി മാത്രം ആ വ്യക്തിനെ കാണുന്നു, കണ്ടുമുട്ടി അത് പിരിയുന്നു. പിന്നെ ആ വ്യക്തിക്ക് എന്തായെന്നോ ആ ഇൻഫെക്ഷൻ എന്തായെന്നോ എന്ന് ബോധവാന്മാരല്ല പലരും. അതെ, അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. STDs സ്പ്രെഡ് ആവാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്. പിന്നെ ഈ 3 രീതിയിലുണ്ട്. ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുള്ളതുണ്ട്, പാരസിറ്റിക് ഉണ്ട്, വൈറൽ ഉണ്ട്. ഇപ്പോൾ ഇത് ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ടീരിയൽ സ്റ്റേജൊക്കെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊണ്ടും ഹോമിയോപ്പത്തിക് മെഡിസിൻസിൻ്റെ ഹെൽപ്പ് കൊണ്ടൊക്കെ നമുക്കിത് മാനേജ് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ചില വൈറൽ ഡിസീസ് ഉണ്ട്. ഇപ്പം ഹെർപ്പസ് സിംപ്ലെക്സ്, വായിലൊക്കെ ലീഷൻസ് കാണുന്നത്, അതുപോലെ പിന്നെ ഗൊണോറിയ അല്ലെങ്കിൽ സെർട്ടൈൻ ഡിസീസായിട്ട് HIV ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. ലക്ഷണങ്ങൾ ഇമ്മ്യൂണോ സപ്രസീവാണ്, അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നല്ല രീതിയിൽ സപ്രസ് ചെയ്യുന്ന ഡിസീസസ് ആണ്, വൈറൽ ഒറിജിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം എല്ലാ മെഡിസിനും അതിന് ഉതകുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആൾക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ ഓൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി ഒരിക്കലും ഞങ്ങൾക്ക്
സെക്ഷൽ കോൺടാക്റ്റ് പറ്റില്ലേ? അങ്ങനെയില്ല. തീർച്ചയായിട്ടും HIV ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും സ്പ്രെഡ് ആവുന്നതല്ല. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരാളെ തൊട്ടു, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. പലർക്കും പണ്ടൊക്കെ അതൊരു വലിയ മിത്തായിരുന്നു. അപ്പോൾ ഒരാളെ തൊട്ടു അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ജസ്റ്റ് ഒന്ന് കിസ് ചെയ്താലൊന്നും HIV പോലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും പരക്കില്ല. പക്ഷേ സെക്ഷൽ കോൺടാക്റ്റിൽ തീർച്ചയായിട്ടും ഈവൻ ഫോർ സിംഗിൾ കോൺടാക്റ്റ് അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും അതിന്? കോണ്ടം യൂസ് ചെയ്തിട്ടുള്ള ബന്ധപ്പെടലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അത് STD ഉള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും നമ്മൾ സെക്ഷൽ കോൺടാക്റ്റിന് സമയത്ത് കോണ്ടം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആൾ എന്നെ വിളിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഡോക്ടർ വാട്ട് അബൌട്ട് ഓറൽ സെക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓറൽ സെക്സ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഓറൽ സെക്സിലൂടെ ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകും. അപ്പോൾ സ്പ്രെഡ് ആവില്ല എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൗത്ത് ലീഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓറൽ സെക്സ് STD ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. അത് ഏത് വിധേനയായാലും അതിനുള്ളൊരു പ്രൊട്ടക്ഷനായിട്ട് ഇപ്പം നിങ്ങളൊരു ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, ബട്ട് നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങൾക്ക് STD ഉണ്ടാവാം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്ണർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളായിട്ട് ബന്ധപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഓറൽ സെക്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യണം. അത് ജസ്റ്റ് ഫോർപ്ലൈൻ്റെ സമയത്തുള്ള ജെനൈറ്റൽ ഏരിയ ബ്രഷിങ്ങോ ടച്ചിങ്ങിന് പോലും നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യണം. അല്ലാതെ പെനിട്രേഷൻ്റെ സമയത്ത് മാത്രം കോണ്ടം ഇട്ടിട്ട് കാര്യമില്ല. ഇഫ് യു ആർ സസ്പെക്റ്റിംഗ് STD, നിങ്ങൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു സെക്ഷൽ കോൺടാക്റ്റ് ബിഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ജെനൈറ്റൽ ഏരിയയിൽ ഈ ഒരു കോണ്ടംസ് ഇടുന്നത് നല്ലതാണ്. ഫീമെയിൽ കോണ്ടം ആയാലും മെയിൽ കോണ്ടം ആയാലും രണ്ടും ഈക്വലി ബെനഫിഷ്യലാണ്. ബട്ട് നമ്മുടെ നാട്ടിൽ ഫീമെയിൽ കോണ്ടംസ് അത്ര പ്രോമിനൻ്റ് അല്ല, മെയിൽ കോണ്ടംസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ കോണ്ടംസിൻ്റെ പേരാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതും കൂടെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഡബിൾ കോണ്ടംസ്, അതായത് ഒന്നിന്റെ മുകളിൽ ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും അത് ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ. രണ്ടു കോണ്ടംസ് ഒക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് ചെറിയ ഫ്രിക്ഷൻ വന്നിട്ട് അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം HIV സ്പ്രെഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് പല ആൾക്കാരും ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുമ്പോഴും വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആണ് ഏറ്റവും നല്ലത്. നമ്മളൊരു ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് കോണ്ടത്തിന്റെ പുറത്തിടുകയാണെങ്കിൽ കോണ്ടം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഡബിൾ കോണ്ടം ഒക്കെ ഡബിൾ സേഫ്റ്റിക്ക് ഇടുന്നതാണ്. പക്ഷേ ഡബിൾ സേഫ്റ്റിയും പോയിട്ട് അതിന്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള എഫക്റ്റ് പോലും ആ സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതെ, ഡോക്ടർ കൂടുതലായിട്ട് നമ്മുടെ STDയുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് ഒക്കെ വിശദമായിട്ട് പറഞ്ഞു. സാധാരണ നമ്മൾ ഡിസ്ചാർജ്, നമ്മൾ പെൺകുട്ടികൾ ഉണ്ടാകുന്ന നോർമൽ ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന ഡിസ്ചാർജ് നമുക്ക് വളരെ പൂർണ്ണമായിട്ട് 90% നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റാറുണ്ട്. കാരണം ഇങ്ങനത്തെ കേസുകളിൽ പേഴ്സണൽ ഹൈജീൻ ആണ് ഇമ്പോർട്ടൻറ്റ് പെൺകുട്ടികളിൽ. പല പെൺകുട്ടികളും ഈ യോനിഭാഗത്ത് ഡിസ്ചാർജ് ഉള്ള പെൺകുട്ടികളും ഡെയിലി കുളിക്കാത്ത പെൺകുട്ടികളാണ്. അല്ലെങ്കിൽ ഡെയിലി അവർ ഹോസ്റ്റൽ ലൈഫ് ലീഡ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഡെയിലി കുളിക്കാറില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അത്തരം പെൺകുട്ടികളോട് നമ്മൾ പറയാനുള്ളത് ഡെയിലി കുളിക്കാൻ നോക്കുക. ഡെയിലി കുളി ഇതിൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളെ പ്രൈവറ്റ് പാർട്സൊക്കെ ഒരുപാട് പേഴ്സണലി ഹൈജീനായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ ചില ആളുകളൊക്കെ വളരെ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് സാധാരണ യോനിഭാഗം ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സാധാ പച്ചവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടൊക്കെ ആ ഭാഗം പെൺകുട്ടികൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ സോപ്പ് വല്ലാതെ ഉപയോഗിക്കാൻ പറയാറില്ല. കാരണം സോപ്പൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സാധാ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറയാറുള്ളത്. അത് മതി. ആ ഭാഗത്ത് ക്ലീൻ ചെയ്യാൻ, സെൽഫായിട്ട് ക്ലീൻ ചെയ്യാനുള്ള കുറേ മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, അതുപോലെ കുളി, ക്ലീൻ ചെയ്യലൊക്കെ വളരെ പ്രധാനമാണ്. അതിൻ്റെ കൂടെ കൂടുതലായിട്ട് ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരം സാധാരണ യോനി ഭാഗത്തുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഇത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ വരുത്തി വെക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻസിനൊന്നും നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നതല്ല, നമ്മൾ വരുത്തി വെക്കുന്ന ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണത്. ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ അൺട്രീറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ മറ്റു പല ഇൻഫെക്ഷനിലേക്ക് സാധ്യത ഉണ്ട്. ഇപ്പോൾ ഹോൾ യൂട്രസ് PID വരാം, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, അതുമൂലം വന്ധ്യത വരെ വരാം. ചിലപ്പോൾ ഞാൻ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് കൂടുതൽ പേഷ്യൻസ് വരുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ റീസണിൻ്റെ ഭാഗമായിട്ട് എല്ലാം അവർ പറഞ്ഞാലും അവർ ഈ ഒരു വെള്ളപ്പോക്കിനെ കുറിച്ചൊന്നും ഉണ്ടില്ല. അപ്പോൾ ഞാൻ വൈറ്റ് ഡിസ്ചാർജ് ചോദിക്കുകയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക, അത് അത്ര നോക്കിയിട്ടില്ല എന്ന് പറയും. അതെന്താ ഡോക്ടർ ഇത്രയും വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ച് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അതിൽ ആൻറ്റി സ്പെർമിസൈഡൽ ആക്ഷൻസ് വരെ ഉണ്ടാവാം, അതിൻ്റെ pH തെറ്റാം, അപ്പോൾ സ്പേംസിനെ കൊല്ലുന്ന ആക്ഷൻസ് അതിൽ ഉണ്ടാവാം. ഒരു കുഞ്ഞുണ്ടാവാതിരിക്കാൻ ഇത്തരം ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് അതുമൂലമുള്ള PID ഇൻഫെക്ഷൻസ് ഒക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ അത് വളരെ കെയർ എടുക്കേണ്ട ഒരു ഫീൽഡാണ്
ഒന്നാണത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നോട് യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ വരുത്തി വെക്കുന്ന കംപ്ലയിൻറ്റ് പലപ്പോഴും പാഡ് മാറ്റാത്തതിൻ്റെ മൂലം. പാഡാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും ടീനേജ് കുട്ടികൾ വരുമ്പം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് സജസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ അടുത്തൊരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ആ ഡെമോൺസ്ട്രേഷൻ മോഡൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും അവർക്ക് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതും എടുക്കുന്നു എത്രയോ തവണ കാണിച്ചു കൊടുത്താലും കുട്ടികൾക്ക് പേടിയാണ്. കുട്ടികൾ അവിടെ ഇരിക്കട്ടെ, പാരൻസ് അപ്പോൾ അവരുടെ ഉമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ എൻ്റെ അടുത്ത് പറയുന്ന മെയിൻ റീസൺ, ഡോക്ടറെ പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കന്യാചർമ്മം അല്ലെങ്കിൽ ഹൈമൻ പൊട്ടിപ്പോകൂലേ എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അതിന് ഞാൻ പറയാറുണ്ട്, ഇത് കന്യാചർമ്മം എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയിട്ടുള്ള ഡോക്ടറെ അതൊരു പാടയാണെന്നാണ്. അതൊരു പാടയാണ്, വജൈനയുടെ കവർ ചെയ്യുന്ന ഒരു പാട. അപ്പോൾ ആ പാട പൊട്ടണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിയണം, ആദ്യത്തെ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് വന്നെങ്കിൽ മാത്രമേ അത് ബ്രേക്ക് ആവുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, അത് വിർജിനിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമായിട്ട് ആരും കാണരുത്. ഒന്ന്, അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ ഇന്നെല്ലാവരും അത് കാണാതിരിക്കുമല്ല എന്നൊക്കെ എനിക്കറിയാം. എല്ലാവർക്കും അതൊരു വിർജിനിറ്റിയുടെ സിഗ്നലാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വെച്ചോളൂ. എന്നിരുന്നാലും ഇതൊരു പാട കവർ ചെയ്യുന്നൊരു പാടയല്ല. ഇത് ഓപ്പണിംഗ് ഓൾറെഡി ഉള്ള ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു മെംബ്രെയിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈമൻ കന്യാചർമ്മം. അതിനൊരു ഹോൾ ഉണ്ട്. അപ്പോൾ ആ ഹോൾ വഴി നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ പ്രോപ്പർ മെത്തേഡിലൂടെയാണ് ഒരു ടീനേജർ അത് ഇൻസേർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഹൈമൻ ജസ്റ്റ് സ്ട്രെച്ച് ആവുമെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുകയാണ്, ഒട്ടും കെയർ എടുക്കാതെ, ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും കെയർ എടുക്കാതെ ഇൻസേർട്ട് ചെയ്യുന്നു. അതൊരു വാക്വം പ്രഷറിനുള്ളിൽ ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെം പിടിച്ച് ഒറ്റ വലിക്കുന്നു. ഇതൊക്കെ ഹൈമൻ ടിയർ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നോർമലായിട്ട് കെയർഫുള്ളായിട്ട് ടൈം എടുത്തത് വെക്കുകയും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹൈമനൊന്നും പറ്റില്ല. ഹൈമൻ എപ്പോഴൊക്കെയാണ് ഡോക്ടറെ ശരിക്കും പൊട്ടി ബ്ലഡ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും? സെക്ഷുവൽ കോണ്ടാക്ടിന് ശേഷം മാത്രമേ അത് പൊട്ടുള്ളൂ. സാധാരണ പല ഇതേപോലെ ആക്റ്റീവായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് പൊട്ടാറുണ്ട്. അതായത് സൈക്ലിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടാറുണ്ട്. അല്ലാത്ത സമയങ്ങളിലൊന്നും സാധാരണ ഡാമേജ് ഒന്നും വരാറില്ല. ആക്റ്റീവ് സെക്ഷൽ കോണ്ടാക്ട് മാത്രമല്ല ഹൈമൻ പൊട്ടാനുള്ള കാരണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസ്, ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്നില്ല. വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, സ്പോർട്സിൽ ആക്റ്റീവായ സ്ത്രീകളുണ്ട്. ഇത്തരക്കാരിലൊക്കെ ഹൈമൻ ബ്രേക്ക് ആവാനുള്ള ചാൻസ്, മുൻകൂട്ടി ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈമൻ വെർജിനിറ്റിയുടെ സിഗ്നലായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും ഫലം. അപ്പോൾ അതിന് പകരം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക. ഇത്തരം കുട്ടികൾക്ക് ഈ പാഡിൻ്റെ ഇൻഫെക്ഷനും ടാമ്പറിൻ്റെ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് മെൻസ്ട്രൽ കപ്പാണ്. അതൊരു സേഫ് ആയിട്ടുള്ള മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഫില്ലായി കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറല്ല അതിന് ടൈം പറയാറുള്ളത്. അത് ആക്ച്വലി 12 മണിക്കൂർ വരെ വെക്കാമെന്നാണ്. പക്ഷേ ബ്ലീഡിങ് ഹെവി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്നോടൊരു ആൾ ഇതുപോലെ ചോദിച്ചിരുന്നു, ഡോക്ടർ പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് 12 മണിക്കൂർ പോയിട്ട് 3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഫില്ലാവുകയാണ്, ഞാൻ അപ്പോഴേക്കും ലീക്ക് വരികയാണ്. അപ്പോൾ ഫില്ലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിസ്പ്ലേ പൊസിഷൻ കുറച്ച് മാറിയതിന് ശേഷം ലീക്കേജ് വന്ന് തുടങ്ങും. അപ്പോൾ അത് ഹെവി ഫ്ലോ ഉള്ളവരാകുമ്പോൾ ഫ്ലോയ്ക്ക് അനുസരിച്ച് മാറ്റേണ്ടി വരും. അതുപോലെ പാഡും അതുപോലെ തന്നെയാണ്. ഹെവി ഫ്ലോ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് 3 മണിക്കൂർ കൂടുമ്പോഴൊക്കെ മാറ്റി, പാഡ് ഫില്ലായിട്ടില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ മാറ്റണം. ഒരു 4 hours ശേഷം കഴിഞ്ഞാൽ ഒരു ഫൗൾ സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മൾ പാഡ് ഒരു പ്രത്യേക സ്മെല്ല് പറയാറില്ലേ? പണ്ടൊക്കെ പറയും പാമ്പൊക്കെ അട്രാക്ട് ചെയ്യും ഈ സ്മെല്ല് എന്നൊക്കെ. അതിൽ അതെന്തെങ്കിലും ഫാക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ആ ബ്ലഡിൻ്റെ സ്മെല്ല്, ഇത് ഓക്സിജനായിട്ട് കോൺടാക്ട് വരുമ്പോൾ ഇതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് മാറും. ഒരു നോർമൽ ബ്ലഡിൻ്റെ സ്മെല്ലല്ല. പലപ്പോഴും ഇത് അശുദ്ധ രക്തമെന്ന് പറയാനുള്ള റീസൺ അതാണ്. നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത്തരം സ്മെല്ലുകൾ വരുന്ന സമയത്താണ് ഇത് അശുദ്ധ രക്തമായിട്ട്, പല റിലീജിയസ് ബിലീഫിലും അതൊരു അശുദ്ധ രക്തമായിട്ട് കാണുന്നു. അതിനൊരു പ്രോട്ടോക്കോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം സ്ത്രീകൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇതൊരു നോർമൽ ബ്ലഡാണ്, എൻഡോമെട്രിയൽ ഷെഡിങ് ആണ്, യൂട്രസിൻ്റെ അകത്തുനിന്ന് വരുന്ന, നമ്മൾ കൈ മുറിഞ്ഞാൽ വരുന്ന ബ്ലഡ് പോലെ തന്നെയാണ് ഇതും, വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡോക്ടറെ, ഇപ്പോൾ യോനിഭാഗത്ത് പെൺകുട്ടികളിലൊക്കെ നമ്മൾ ചെറിയ പിമ്പിൾസ് കണ്ടുവരുന്നുണ്ട്. ഒരു എക്സാമിനേഷനൊക്കെ ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് പിമ്പിൾസ്. അത് നമ്മൾ മുഖക്കുരുവൊക്കെ വരില്ല മുഖത്ത്, അതുപോലെ നമ്മൾ യോനിഭാഗത്ത് ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ആ ഇറിറ്റേഷൻ തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ്, സിൽക്കി ആയിട്ടുള്ള പാൻറ്റീസ് അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള പാൻറ്റീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇറിറ്റേഷൻ വന്നിട്ട് ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. അത് കോമൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഹെയർ ഉണ്ടാവുമല്ലോ അവിടെ ആ ഭാഗത്ത്, ആ ഹെയറൊക്കെ ഉള്ളിലേക്ക് ഒന്ന് കുഴിഞ്ഞിരുന്നിട്ട് അവിടെ ചെറിയ ഇൻഫെക്ഷൻ വരാറുണ്ട്. അങ്ങനെ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഗ്രോൺ ഹെയർസ് കാരണം അങ്ങനെ ചെറിയ പിമ്പിൾസ് വരാറുണ്ട്.
അതേപോലെ തന്നെ ചില കുട്ടികളിൽ ബെർത്തോളിൻ സിസ്റ്റ് എന്ന് പറയും. ചെറിയൊരു ഗ്ലാൻഡ് ഉണ്ട് അവിടെ, നമ്മുടെ യോനി ഭാഗത്ത് ചെറിയ ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡിൻ്റെയൊക്കെ ഡക്റ്റിൽ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ട് അവിടെ ചെറിയൊരു സിസ്റ്റ് പോലെ അല്ലെങ്കിൽ പിമ്പിൾസ് പോലെ വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളുടെയൊക്കെ കാരണം കൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് വാസ്തവം. അതെ അതെ, ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സ്പ്രെഡായി വരുന്നത്. പിന്നെ കുറേ നമ്മൾ ചെയ്യുന്ന രീതികൾ, നമ്മൾ അവിടെ യൂഷ്വലി പെൺകുട്ടികളൊക്കെ ഷേവിങ് ആണ് ചെയ്യാറുള്ളത്. അതിന് പകരം നമ്മൾ കൂടുതലായിട്ട് ട്രിമ്മർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ട്രിമ്മർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ ഹെയറിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ കോണ്ടാക്ടിന് സമയത്ത് ഫ്രിക്ഷൻ കുറക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹെയർ എന്ന് പറയുന്നത്. പ്യൂബിക് ഹെയർ, അവിടെ ഫ്രിക്ഷൻ വരാതിരിക്കാനാണ് ഹെയർ. പലരും ഹസ്ബൻഡൊക്കെ ഗൾഫിൽ നിന്ന് വരിക എന്ന് കേൾക്കുമ്പോഴേക്കും ഷേവിങ് സെറ്റൊക്കെ ആയിട്ട് ഇറങ്ങും, കംപ്ലീറ്റ് ക്ലീൻ ആക്കി. ബട്ട് ആക്ച്വലി അത് ആ ഏരിയൻ്റെ ആ ഒരു നോർമൽ ആയിട്ടുള്ള ടെക്സ്ചർ തന്നെ മാറ്റി ബ്ലാക്കിഷ് ഡിസ്കളറേഷനൊക്കെ വരും. അതൊരു കോസ്മെറ്റിക് എഫക്റ്റാണ്. വീണ്ടും അതൊരു കോസ്മെറ്റിക് ദുഃഖത്തിനുള്ള കാരണമായി മാറുകയാണ്. ഡോക്ടറെ ഈ ഭാഗങ്ങളിൽ കറുപ്പ് നിറം വരിക എന്ന് പറയുന്നത് അത് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ കുറവാണ്. ആക്ച്വലി നമ്മൾ ആ ഹെയർ പോകുമ്പോഴാണ് ആക്ച്വലി അവിടെ ഹൈജീൻ കുറവ് വരുന്നത്. ട്രിം ചെയ്യണം, നീറ്റായിട്ട് ട്രിം ചെയ്തിട്ട് എവറി 30 ഡേയ്സിനുള്ളിൽ നമ്മളത് പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ട്രിം ചെയ്ത് വെച്ചിരിക്കണം. അതിന് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. അതെ, ഇതേ ഡിസ്ചാർജ് ഉള്ള കുട്ടികളിൽ, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഉള്ള കുട്ടികൾക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിലെ അണുബാധ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് റിലീഫ് ചില കുട്ടികളിൽ കിട്ടാറില്ല. കാരണം ആ ഇൻഫെക്ഷൻ വളരെയധികം കൂടിയിട്ടുണ്ടാവും. കാരണം തുടക്കത്തിലൊന്നും ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കുറേ അത് മൂത്രാശയത്തിൽ ഇൻഫെക്ഷൻ വന്ന് മൂത്രാശയ അണുബാധ വന്നിട്ടൊക്കെ ആയിരിക്കും നമ്മളെ കാണിക്കാൻ വരുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ റിലീഫ് കിട്ടിക്കൊള്ളണമെന്നില്ല. കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്താലേ നമുക്ക് അത്തരം കേസുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ റിലീഫ് കൊടുക്കാൻ കഴിയാറുള്ളൂ. പല ആളുകളും വെള്ളം കുടിച്ചാൽ മാത്രം ഇത് മാറും, അല്ലെങ്കിൽ വെള്ളം കുറേ കുടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷേ അത് ചിലപ്പോൾ മൂത്രാശയത്തിലേക്ക്, ബ്ലാഡറിലേക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില കേസുകളിൽ നമ്മൾ യൂട്രസിലേക്ക് വരെ ചില കേസുകളിൽ ഈ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ യൂട്രസിലും ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. പിന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട് കുറേ കാലം വെച്ച് നടന്നു കഴിഞ്ഞാൽ. ട്യൂബൽ ബ്ലോക്ക് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇൻഫെക്ഷൻസ്, ഇൻഫെർട്ടിലിറ്റിയിൽ വലിയൊരു കോഴ്സാണ് PID അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻസ് വരിക എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് നീണ്ടു പോകുന്നത്. ഇതിൽ തന്നെ നമ്മൾ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിന് ഒന്നും കൂടെ കെയർ എടുക്കേണ്ടത്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. യങ് ആയിരിക്കുമ്പോഴേ ചില ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് അവർ മുൻകൂട്ടി അത് ചെയ്തു വന്നോളൂ. ഇപ്പോൾ PCOD ഉള്ള കുട്ടികളിലാണെങ്കിൽ ഞാൻ പൊതുവേ പറയാറുണ്ട്, എക്സസൈസ് ഇപ്പോഴേ തുടങ്ങൂ. കാരണം നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് കുട്ടികളില്ല എന്നുള്ളൊരു അവസ്ഥ എത്തുമ്പോഴായിരിക്കും പലപ്പോഴും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു റുട്ടീനായിട്ട് അതൊരു ശീലമായിട്ട് നമ്മളെ ഭാഗമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുടർന്നോളൂ. അത് പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻഫെക്ഷൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കുറച്ച് ടിപ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ ഷേവ് ചെയ്യരുത്, കംപ്ലീറ്റ് ആയിട്ട് ഷേവ് ചെയ്ത് കളയാതിരിക്കുക, മെൻസ്ട്രൽ കപ്പ് അതിൻ്റെ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യുക, പാഡും ടാമ്പേൺസും കൃത്യസമയത്ത് മാറ്റുക, അല്ലെങ്കിൽ കളേർഡ് പാൻറ്റീസ് പോലുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക, ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടാതിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസിന് തടയാം. അതുമൂലം നിങ്ങൾ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണർ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും VDRL ടെസ്റ്റുകൾ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, എലീസ ടെസ്റ്റുകൾ, അത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്തിരിക്കണം. ഇനി മൗത്തിൽ സോർസ് വരിക, കാങ്കേഴ്സ് വരിക, അല്ലെങ്കിൽ സിഫിലിസിൻ്റെ ഗൊണേറിയ പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുക, ഡിസ്ചാർജ് ഗ്രീൻ കളറിൽ വരിക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇനി ടെസ്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എവറി 1 ഇയറിൽ നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരം ടെസ്റ്റുകൾ. ഇത് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം സേഫർ സെക്സ് പ്രാക്ടീസ് ചെയ്യുക. സേഫർ സെക്സിൽ നിങ്ങൾക്ക് കോണ്ടം യൂസ് ചെയ്യാം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണർ എന്നുള്ളത് ഒഴിവാക്കാം, ഒരു സിംഗിൾ പാർട്ട്ണറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 കപ്പിളും 2 പേരും ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പെൺകുട്ടികളിൽ വെള്ളപ്പോക്കുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് തുടക്കത്തിലേ അത് കണ്ടെത്തുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. അതായത് വിറ്റാമിൻ C അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടുള്ള നാരങ്ങ, നെല്ലിക്ക പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വജൈനൽ വാഷ് ആക്കിയിട്ട് നമുക്ക് പേരക്കയുടെ ഇല തിളപ്പിച്ചിട്ട് നമുക്ക് ആ വജൈനൽ വാഷ് ആക്കിയിട്ട് ഉപയോഗിക്കാം. ഇളം ചൂടുവെള്ളത്തിൽ പേരക്കയുടെ ഇല തിളപ്പിക്കുക, എന്നിട്ട് നമുക്ക് വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ തിളപ്പിച്ചിട്ട് നമുക്ക് ആ ഭാഗം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇൻഫെക്ഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റ് ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഞ്ഞിവെള്ളം
കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള മറ്റ് ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ നമ്മൾ പറയാറുണ്ട്. തൈര് അതുപോലെ തന്നെ പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, പുളിയില്ലാത്ത തൈരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ അധികം വ്യത്യാസം കാണാറുണ്ട്. ഇതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. കുറേ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹോം റെമഡി മാത്രം നോക്കിയിരുന്ന കാര്യമില്ല, അത് ഇനീഷ്യൽ സ്റ്റേജിലേ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. വെളുത്തുള്ളിയും ബേക്കിംഗ് സോഡയും വജൈനൽ ഏരിയയിൽ പെരട്ടിയ ഒരു പെൺകുട്ടീനെ എനിക്കറിയാം, പൊള്ളിയിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. പല യൂട്യൂബിൽ നമ്മൾ യൂട്യൂബിലും കാണും. പലരും ഇത് എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരും ഇതിനെക്കുറിച്ച് ഹെൽത്തിൽ അവെയർ അല്ലാത്തവർ പോലും ഇന്ന് പിന്നെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് കണ്ടന്റാ ചെയ്യുന്നത്. അത് കണ്ടിട്ട് കുറേ പെൺകുട്ടികൾ അതുപോലെ ചെയ്ത് കൊളാക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് രോഗിയുടെയൊക്കെ രോഗലക്ഷണങ്ങൾ നോക്കും. എല്ലാ രോഗലക്ഷണങ്ങളും നോക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ചെയ്തു വരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ രോഗനിർണ്ണയം നടത്തി വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് STDs ആണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. ഒരു രോഗനിർണ്ണയം നടത്തി ചികിത്സിക്കുന്നത് വളരെയധികം നല്ലതാണ്, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിലൊക്കെ. അപ്പോൾ ആ ഒരു ചികിത്സാ രീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കൺക്ലൂഡ് ചെയ്യാം. മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും കുട്ടികളിത് കൂടുതൽ കെയർ എടുക്കുക. ഇത്തരം കാര്യങ്ങൾ പിന്നെ വീഡിയോ വിശദമായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തരം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഡൗട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം. ഞാൻ ഡോക്ടർ ഷഹല, സീനിയർ കൺസൾട്ടൻ്റ് ആണ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.